എന്റെ പൊന്നളിയ, ഞാൻ ഓൺലൈനിൽ നിന്ന് കള്ളനെ മേടിച്ച കാര്യം ഒരു മനുഷ്യനോട് പറയരുത്. എടാ തീഫാപ്പ്, ഓ കള്ളന്മാർ ആപ്പിൽ കിട്ടുമെന്ന്. പ്രോഡക്റ്റ് കിട്ടി സാറേ, പ്രോഡക്റ്റ് മുഴുകാണേ. അയ്യോ, എന്റെ ഓൺലൈൻ കള്ളനെ ഒന്ന് കാണട്ടെ. അയ്യോ, ഇത് എന്താ ഇത്? മിസ്റ്റർ പുളുന്താൻ. പുളുന്താനോ? അല്ല, മുകുന്ദൻ സാർ. അതെ. എന്നെ ഈ പെട്ടിക്കകത്തൊന്നും എടുത്തിറക്കാവോ? അയ്യോ, അതിനെന്താ? അയ്യോ, ഇതെന്തോ ഈ പുറയില്? ഓ, അത് ഞങ്ങളെ QR കോഡാ. രണ്ട് കണ്ണുകൊണ്ടല്ലോ. കള്ളന്മാരായ മുമ്പിലും പുറയിലും കണ്ണു വേണം. എന്നാ 4 കണ്ണാ. ഞാൻ ഈ സർക്കസ് കൂടാരത്തിൽ ജോലി ചെയ്തവനാ. നിസാര കാര്യത്തിന് ഈ മുതലാളി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ട്. അപ്പൊ അയാളുടെ അടപടലം അട്ടിക്കാനാ ഞാൻ മുതലാളി ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നേ. അതെ, എന്തോ കാര്യത്തിനാ സാറിനെ പറഞ്ഞു വിട്ടത്? എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടുന്നേണ്ട ഇതുപോലൊരു പഞ്ചവർണ്ണ തത്ത ഉണ്ടായിരുന്നു. അതിനെ ഞാൻ ഒരു ദിവസം ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി. അതിനാ എന്നെ പറഞ്ഞു വിട്ടേ. സാർ ആ വീട്ടിൽ കൊണ്ടുവന്ന് മുതലാളി എങ്ങനെ അറിഞ്ഞ്? പിറ്റേ ദിവസം എന്റെ ചോറും പൊതിക്കകത്ത് തത്തമ്മത്തോരനും തത്തമ്മക്കറി. അപ്പൊ അത് ഞാൻ തിന്ന്. ഇയാൾക്ക് ചിക്കൻ കറിയാന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ വയ്യായിരുന്നു. അയ്യോ, ചിക്കൻ കറിയാന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടതാ. അന്നാരം എന്റെ മൂത്ത ചെറുക്കൻ അതിന്റെ പപ്പും പൂടെ എല്ലാം എടുത്തു വെച്ച് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കി ഫേസ്ബുക്ക് ഇട്ടേക്കുന്നത്. ഈ സർക്കസ് കൂടാരത്തിൽ മോട്ടിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്താ? എന്റെ അച്ഛനും ഒരു സൈക്കിളിനെക്കാരനായിരുന്നു. അച്ഛൻ സൈക്കിളൊന്നെക്കാരനായിരുന്നു. എന്തായിരുന്നു അച്ഛന്റെ മെയിൻ ഐറ്റം? കുപ്പിച്ചില്ല തീറ്റി. ഒറ്റ പ്രശ്നമേ ഉള്ളായിരുന്നു. അച്ഛൻ വാള് വെച്ചാലും കുപ്പിച്ചില്ല, കക്കൂച്ചി പോലും കുപ്പിച്ചില്ല. അയ്യോടാ, ഈ ഓൺലൈനിൽ നിന്ന് മേടിച്ചായിട്ട് ചോദിക്കുക പേര് വല്ലതും ഉണ്ടോ? കിട്ടുണ്ണി. അപ്പൊ കള്ളം കിട്ടുണ്ണി. എന്നെ കള്ളം കിട്ടുണ്ണിന്ന് വിളിക്കല്ലേ? ഓട്ടിക്കാൻ വന്ന നിന്നെ എന്നാ ഞാൻ കലാമണ്ഡലം കിട്ടുണ്ണിന്ന് വിളിക്കാം. അങ്ങനെ കളിയാക്കണ്ട. ഇയാള് തല എനക്കാൻ വന്നാന്നു? അല്ല, കക്കാൻ. ഇവിടെ കക്കിയിടാനും അപ്പിടാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഈ സർക്കസ് കൂടാരം എന്റെ ചോറാ. ആട്ടെ, സാറിന് ഈ ചോറിൽ എന്തുവായിരുന്നു പണി? ഇവിടെ സിംഹത്തിനെ പാട്ട് പഠിപ്പിച്ചത് ഞാൻ, കടുവായെ ഉടുപ്പിടാൻ പഠിപ്പിച്ചത് ഞാൻ, ആനെ പാൻറിടാൻ പഠിപ്പിച്ചത് ഞാൻ. ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ട് ഇയാൾ ദിപ്പിടാൻ പഠിച്ചു. അയ്യോ, പക്ഷെ ഇവിടുത്തെ സർക്കസ് മുതലാളിക്കുണ്ടല്ലോ നല്ല ഗ്രാൻഡ് പണിയാ ഞാൻ കൊടുത്തേക്കുന്നേ. എന്താ? ഇവിടുത്തെ മൃഗങ്ങളെ എല്ലാം അങ്ങ് സിഗരറ്റ് വലി പഠിപ്പിച്ചെന്ന്. ഇപ്പം ഡെയിലി ഓരോ സിഗരറ്റ് വെച്ച് വേണം ഓരോ മൃഗത്തിനും. പക്ഷേ ജിറാഫിന് മാത്രം ആഴ്ചയിൽ 1 മതി. ഒരെണ്ണം വലിച്ചിട്ട് പോയ അകത്ത് ചെല്ലാൻ ഒരാഴ്ച എടുക്കും. പിന്നെ അത് പുറത്ത് വന്നിട്ട് വേണ്ടായോ അടുത്ത വലിക്കാൻ. അങ്ങനാണെങ്കിൽ രമണി സർക്കസ് റിംഗ് മാസ്റ്ററിന്റെ വേക്കൻസി ഉണ്ട്, പോകാം. അപ്പൊ അവിടുത്തെ നേരത്തെ റിംഗ് മാസ്റ്റർ അവിടുത്തെ കരടി കൂട് വലിച്ച് വെളിയിൽ ചാടിപ്പോ അവൻ ശ്വാസം പിടിച്ചാത്തോലം കിടന്നു. അവന് ബുദ്ധിയുണ്ട്, ഭയങ്കര ബുദ്ധിയായിരുന്നു. കരടി വന്ന് മണപ്പിച്ചപ്പോ കരടിയുടെ രോമം മൂക്കി കയറി അവരങ്ങ് തുമ്മി. കരടി കാടിച്ചു പറഞ്ഞു കൊത്തുപൊറോട്ടോലാക്കി. എന്നിട്ട് ഞാൻ എന്താ കാര്യം സാധിക്കാനാ? ആ കരടിക്ക് നൂല് പൊറോട്ട ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇയാൾ എന്നിട്ട് വേണം അതുകൂടെ പഠിക്കാൻ. അയ്യോ, എനിക്ക് പേടിയാ, ഞാൻ പോത്തില്ല. പേടി മാറാൻ ആനയുടെ അടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ മതി. എന്റെ അമ്മാവൻ പേടി മാറാൻ ആനയുടെ അടി കൂടെ നടന്നാ. എന്നിട്ട് പേടി മാറിയത് അമ്മായിയുടെ. അമ്മായിയുടെ പേടി എങ്ങനെ മാറി? പിള്ളേർ റൂട്ട് കുടിച്ചോട്ട് കവറെ ഒട്ടി പൊട്ടിക്കുന്നോട്ട് അമ്മാവനെ ആന ഒട്ടി അങ്ങ് പൊട്ടിച്ച്. പിന്നെ അമ്മാവൻ പോയതോടി അമ്മായിയുടെ പേടി അങ്ങ് മാറി. എന്നാ ഇരി ഇരി ഇരി. ഞാൻ രാവിലെ ഇരുന്നോ? മുട്ട അടിഞ്ഞു മോട്ടിക്കാൻ പാ. ചെറുപ്പത്തിൽ പോലും ഞാൻ മുട്ടലറിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇയാള് കുഞ്ഞനാള് ഏത് കാക്കൂട്ടിലാണോ വളർന്നത്? കാശ് കൊടുത്ത് മേടിച്ച തല്ലിപ്പൊട്ടിച്ചാൽ ദൂരെ കളയും കേട്ടോ. ഇപ്പൊ പൊട്ടിക്കും. ഇയാൾക്കന്നെ അറിയത്തില്ല, ഞാൻ ഭയങ്കര മുൻകോപക്കാരഞ്ഞു. പറഞ്ഞത് കേട്ടതൊന്നും ബാക്കി എല്ലാവർക്കും പിന്നിലാ കോപമൊന്നും. അത് വായുകോപം. പറഞ്ഞു തീരുമ്പോ കോപിച്ചോ? ഇനി വേറെ എവിടെന്നെങ്കിലും വരുവോ? അത് മേടിക്കണ്ട, അക്കാര്യത്തിൽ എനിക്ക് ഓടിയില്ല. VFX ഉള്ളൂ. അഥവാ വന്നാ തിരിച്ച് ഞാൻ തീഫാപ്പിലോട്ട് അങ്ങ് റിട്ടേൺ ചെയ്യും. എന്താപ്പ്? തീഫാപ്പ്. ആഹാ, നല്ല കാറ്റ്, നല്ല സുഖം. ഒരു തരാട്ടോട്ടൂടെ പാടി തരാവോ? സിംഹം വന്ന് പാടിയാ മതിയോ? അതെന്ത് സിംഹത്തിനെ ചങ്ങലിട്ട് പൂട്ടിയിട്ടേക്കൊല്ലയോ? ആ ചങ്ങല എടുത്തോണ്ടോ ഞാൻ എന്റെ വീട്ടിലെ പട്ടിയെ കെട്ടി. ഓട വരുന്നു. അതിന് ഇയാണ്ടിരിക്കുന്ന പാറപ്പുറത്തല്ല, ആനപ്പുറത്താ. ആ സിംഹത്തിനോട് പറഞ്ഞേരെ ഞാൻ നേരത്തെ പറഞ്ഞെന്ന്. അപ്പൊ നമ്മുടെ മോഷണം